ലോണി ലിങ്കന്റെ സഹോദരനായ ആൻഡ്രയുടെ നിർദ്ദേശപ്രകാരം പേൾ പങ്കൻ ദ 110th സ്ട്രീറ്റ് ഗ്യാങ്ങിന്റെ താവളത്തിലേക്ക് എത്തുകയാണ്. ആൻഡ്രെ തന്നോട് പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ദ 110th സ്ട്രീറ്റ് ഗ്യാങ്ങിന്റെ താവളം കണ്ടപ്പോളെ പേൾ പങ്കൻ മനസ്സിലാക്കി. അവിടെ വെച്ച് പേൾ പങ്കൻ ലോണി ലിങ്കനെ കണ്ടുമുട്ടുകയും ഈ ഗ്യാങ് ശരിയല്ലെന്നും അവർ മോശമാണെന്നും നീ എന്നോടൊപ്പം വരൂ, നിന്നെ ഞാൻ സഹായിക്കാമെന്നുമൊക്കെ പേൾ പങ്കൻ ലോണി ലിങ്കനോട് പറയുന്നുണ്ടെങ്കിലും തനിക്ക് ഈ ഗ്യാങ്ങിനെ ഉപേക്ഷിച്ചിട്ട് നിന്നോടൊപ്പം വരാൻ സാധിക്കില്ലെന്ന് ലോണി ലിങ്കൻ മറുപടിയായിട്ട് പറയുന്നു. പെട്ടെന്ന് തന്നെ ദ 110th സ്ട്രീറ്റ് ഗ്യാങ്ങിന്റെ താവളത്തിലേക്ക് കവാടം തകർത്തുകൊണ്ട് ഒരാൾ അവിടേക്ക് എത്തുകയാണ്. ദ 110th സ്ട്രീറ്റ് ഗ്യാങ് അവരുടെ ഗൺസ് ഒക്കെ ലോഡ് ചെയ്ത് തങ്ങളുടെ താവളത്തിലേക്ക് അതിക്രമിച്ച് കയറിയവനെ തുടരെ ഷൂട്ട് ചെയ്യുകയാണ്. അവർ എത്രയൊക്കെ ഷൂട്ട് ചെയ്തിട്ടും അയാൾക്ക് യാതൊന്നും സംഭവിക്കുന്നില്ല. അയാൾ തന്റെ നീളമുള്ള വാലുകൊണ്ട് ദ 110th സ്ട്രീറ്റ് ഗ്യാങ്ങിലെ ഓരോരുത്തരെയും ആക്രമിക്കുകയാണ്. അയാൾ മറ്റാരുമല്ല, ദ 110th സ്ട്രീറ്റ് ഗ്യാങ്ങിന്റെ ശത്രുക്കളായ സ്കോർപിയൻസ് എന്ന ഗ്യാങ്ങിന്റെ ലീഡറായ മാക് ഗാർഗൻ ആയിരുന്നു അത്. അതെ, മാക് ഗാർഗൻ സ്കോർപിയനായി മാറിയിരിക്കുന്നു.